ഹലോ, നാഷണൽ ഹൈവേ 66-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെളിയങ്കോട് മുതൽ അണ്ടത്തോട് വരെയുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. ഈ ഭാഗങ്ങളിൽ വന്ന മാറ്റങ്ങളും ചെറിയ പുരോഗതിയൊക്കെ നോക്കാം. അപ്പോൾ വെളിയങ്കോട് ടൗണിൽ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടും ഈ ടാറിങ്ങിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറിങ്ങിൻ്റെ വർക്കുകൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ ടൗൺ ഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ മെയിൻ ആറുവരിപ്പാതയുടെ ടാറിങ് ആണ് നടക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ടാറിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ സർവീസ് റോഡുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മെയിൻ ആറുവരിപ്പാതയുടെ വർക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ്, അപ്പോൾ മെയിൻ ആറുവരിപ്പാതയുടെ വർക്കുകൾ തുടങ്ങാൻ വേണ്ടി കുറച്ച് മുമ്പ് തന്നെ സർവീസ് റോഡിലേക്ക് വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയിൻ ആറുവരിപ്പാതയുടെ ടാറിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും സർവീസ് റോഡുകളുടെ വർക്കുകൾ കുറേയൊക്കെ ചെയ്തു വെച്ചതായി കാണുന്നുണ്ട്. പിന്നെ വെളിയങ്കോട് അടുത്ത് തന്നെയുള്ള അണ്ടർപാസിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ സൈഡിലുള്ള ക്രാഷ് ബാരിയറുടെ വർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറിങ്ങിൻ്റെ ഉള്ള ബേസിക് ആയിട്ടുള്ള ലെവലുകളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ കുറച്ച് ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഈ അണ്ടർപാസിൻ്റെ മെയിൻ സ്ട്രക്ചറൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാറിങ്ങിൻ്റെ ലെവലെന്ന് പറയുമ്പോൾ അധികം വയ്യാതെ തന്നെ ഇവിടെയും ടാറിങ് നടക്കും. ബാക്കിയുള്ള ലെവലുകളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു നാണ്ട് മുന്നോട്ട് പോകുമ്പോഴും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. കാരണം അതിന് മാത്രമുള്ള ഒരു ഏരിയ ഒന്നും ഇല്ല. പിന്നെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വർഷം മുമ്പ് ഇവിടുന്ന് നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരു വർക്കും തീരെ നടക്കാത്തൊരു ഏരിയ ആയിരുന്നു. മലപ്പുറം ജില്ലയുടെ തന്നെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആറുവരിപ്പാതയായി വീതി കൂട്ടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള വർക്കുകളായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വർക്കുകളും പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വർഷം മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ. കാരണം അത് ആ ഒരു വർഷം മുമ്പുള്ള വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കാം. കാരണം അതിന് മാത്രം ഒരു വർക്കുകളും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. നല്ല മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഇവിടെ വലിയ രീതിയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ദ്രുതഗതിയിൽ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം പല ഭാഗത്തും ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ദൂരത്തേക്കില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. പക്ഷേ അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ അണ്ടത്തോടിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും പിന്നെ മെയിൻ സാധാ റോഡിലൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല പുരോഗതി ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അണ്ടത്തോടിൽ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ കുറേ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഒരു ചെറിയ ഒരു ചെറിയ വീഡിയോ ആണ്. ഒരു 4 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ചില്ലറയും. അപ്പോൾ ഏതായാലും അതുവരെയുള്ള എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാവുന്നതാണ്. പിന്നെ മാത്രമല്ല, നാഷണൽ ഹൈവേ 66-ൻ്റെ ഓരോ ഭാഗങ്ങളും എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേ 66-ൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളും കാഴ്ചകളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ.